വിശദമായ വാർത്തകളിലേക്ക് പോകാം. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ഒഴിവാക്കിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറാണെന്ന് ഹർജിയിൽ പറയുന്നു. ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ 10ാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ഡാനി പോൾ, ഡാൻ കുര്യൻ എന്നിവർ ചേരുന്നു. ആദ്യം ഡാനിയിലേക്ക്. ഡാനി, ഗുഡ് മോർണിംഗ്. ഇന്ന് അവസാന കച്ചിത്തുരുമ്പെന്നൊക്കെ പറയാവുന്നത് പോലെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തൊക്കെയാണ് ഹർജിയിൽ പറയുന്നത്? വിശദാംശം. ശ്രുതി, ഗുഡ് മോർണിംഗ്. ഇന്ന് സിംഗിൾ ബെഞ്ച്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ്, ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷ സിംഗിൾ ബെഞ്ചിന് മുന്നിലാണ് ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. 32ാമത്തെ ഐറ്റമായിട്ടാണ് ഇന്ന് ഈ കേസ് വരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയ ശേഷം വളരെ പെട്ടെന്നുള്ള നീക്കം തന്നെയാണ്. എല്ലാവരും തന്നെ അത് പ്രതീക്ഷിച്ചതുമാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടനെ എത്തുമെന്ന് തന്നെയായിരുന്നു. ആദ്യം ഇതെവിടെയാണ് ഈ കേസ് ഫയൽ ചെയ്യുന്നതെന്ന് സംബന്ധിയായിരുന്നു. നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുമോ എന്നതായിരുന്നു ആദ്യം. എന്തായാലും കീഴ്ക്കോടതിയിലേക്ക് വന്നു. അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കേസ് എത്തിയിരിക്കുന്നു. ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 32ാമത്തെ ഐറ്റവുമായിട്ട് ഈ കേസ് വരുന്നു. ഏതായാലും ഇതിൽ പ്രധാനമായിട്ടും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നത് അറസ്റ്റ് ഒഴിവാക്കണമെന്ന് തന്നെയാണ്. കീഴ്ക്കോടതിയിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അറസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ കേസ് ഇതിൽ തന്നെ പരിഗണിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും തന്നെ ഉന്നയിക്കുന്നത്. തനിക്ക് പറയുവാൻ ചില കാര്യങ്ങളുണ്ട്. അത് അറസ്റ്റ് ഒഴിവാക്കി തരികയാണെങ്കിൽ, ഈ കേസിൽ സാവകാശം കിട്ടുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കോടതി മുൻപാകെ എത്തിക്കാം. ഇതിൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയാണ്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഈ കേസ് തനിക്ക് തന്നെ ഇതിലേക്ക് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത് തനിക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൽ തനിക്ക് നീതി ലഭിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിൽ ഈ പെൺകുട്ടി വളരെ വൈകിയാണ് ഈ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. അതിന് കൃത്യമായ വിശദീകരണം തനിക്ക് നൽകാൻ കഴിയും. അതിന് തനിക്ക് ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിക്ക് മുൻപാകെ കൊണ്ടുവരാനായിട്ട് കഴിയും. ചിലരുടെ പ്രേരണയോടുകൂടിയാണ് ഈ പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദിക്കുന്നത്. അപ്പോൾ തനിക്ക് ഈ കേസിലൊരു ഇര എന്ന രീതിയിലെല്ലാം തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാദമുഖമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. തൻ്റെ അറസ്റ്റ് ഒഴിവാക്കുകയാണെങ്കിൽ ഇതിൽ തനിക്ക് വിശദീകരണം നൽകാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും കോടതി മുൻപാകെ ഈ കേസ് പരിഗണനയിലേക്ക് വരികയാണ്. എന്താണ് കോടതി ഇതിൽ ഈ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കുന്നതെന്നത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ ചെയ്യാം. ഏതായാലും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തതയോടുകൂടി തന്നെയാണ് നേരത്തെ സെഷൻസ് കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിതമായിട്ട് തന്നെ ഈ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കുന്നു. അതിൽ കൃത്യമായൊരു ആസൂത്രണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വളരെ ആസൂത്രിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തുവെന്നെല്ലാം കീഴ്ക്കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യ ഹർജി തള്ളുകയും ചെയ്തത്. ഏതായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. വളരെ നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് ഈ കേസ് കടന്നു പോകുന്നത്. അതാണ് ഡാനി, 10ാം ദിവസവും രാഹുൽ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം കൂടിയുണ്ട് ഈ കേസിന്റെ ഭാഗമായി. പോലീസിന് ഇതുവരെയും അയാളെ കണ്ടെത്താനായില്ല. ഒരു MLA ആണ് എന്ന് ഓർക്കണം. ഇപ്പോഴും പോലീസിന് കണ്ടെത്താനായില്ല. ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയോടക്കം ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് പോലീസ് വളരെ നന്നായി തന്നെ ഈ കേസിൽ ഇടപെട്ടു, പക്ഷെ കണ്ടെത്താനായില്ല എന്നുള്ള മറുപടിയാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ തന്നെയാണ് ആശുപത്രി. കാരണം മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുമ്പോൾ അന്വേഷിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം എത്തുന്നില്ലേ? കേരള പോലീസിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു MLA ആണ്, യുവജന സംഘടനയുടെ അധ്യക്ഷനാണ്. ഇതെല്ലാമാണ് സുപരിചിതനായ ഒരു കാര്യം, ആളാണ് കേരളത്തിലടക്കം. എന്നിട്ടും പോലീസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് എന്തുകൊണ്ട് പോലീസിൻ്റെ ഒരു നീക്കങ്ങളിലേക്ക് ഇയാളെ എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം തുടരുകയാണെന്നതെല്ലാം തന്നെ വിശദീകരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ
കേരളത്തിലില്ല, കേരളത്തിന് പുറത്തേക്ക് കടന്നു, കേരളത്തിൻ്റെ അതിർത്തി മേഖലകളിൽ ഒളിവിലാണ്, അതിർത്തി പ്രദേശങ്ങളിലാണ് ഉള്ളത് എന്നതെല്ലാം തന്നെ പറയുന്നു. ആ ഒളിവിൽ കഴിയുകയാണ് എന്നതെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഒരാളെ ട്രാക്ക് ചെയ്യാൻ ഇത്ര കണ്ട ബുദ്ധിമുട്ടുണ്ടോ എന്നത് പോലീസിന് ഒരു സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന് പല കാരണങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന രാഷ്ട്രീയപരമായി, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമെല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു കേസ് ഉയർന്നു വരുന്നതെന്ന് കോൺഗ്രസ് അടക്കം ഉയർത്തി കാണിക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് ചിലരെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് വ്യഗ്രതപ്പെടുന്നുണ്ട്. എങ്കിലും ഇയാൾ ഒരു കുറ്റവാളി തന്നെയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇയാളെ കണ്ടുപിടിക്കേണ്ടതുണ്ട്, ആ രീതിയിലെങ്കിലും ട്രാക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതെല്ലാം പറയപ്പെടുമ്പോൾ എന്തുകൊണ്ട് പോലീസിനത് കഴിയുന്നില്ല എന്നതാണ് പൊതുവായിട്ട് ഉയരുന്നൊരു ചോദ്യം. ഹർജി പരിഗണിക്കപ്പെടുകയാണെങ്കിൽ കീഴ്ക്കോടതി കേസ് തള്ളുമ്പോൾ പോലും, ജാമ്യം തള്ളുമ്പോൾ പോലും അറസ്റ്റ് ചെയ്യുന്നതിനൊരു തടസ്സമാകുന്നില്ല. ഹൈക്കോടതിയിലേക്ക് നീങ്ങുമ്പോഴും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിട്ട് അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് ഉന്നയിക്കപ്പെടുന്നത്. പക്ഷേ ഓർക്കുക, കോടതി ഇപ്പോഴും അത് പരിഗണിച്ചിട്ടില്ല എന്നതാണ്. പോലീസിന് ഇടപെടാവുന്ന ഒരു സ്പേസ് വളരെ വിശാലമായിട്ട് തന്നെ കിടക്കുമ്പോഴും പോലീസ് അതിലേക്ക് വരുന്നില്ല, പോലീസ് അറസ്റ്റ് ചെയ്യാൻ തിടുക്കം കാണിക്കുന്നില്ല എന്ന ഒരു പൊതുവായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? പ്രത്യേകിച്ച് ഇതൊരു ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമായിട്ട് ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ പലരും ആക്ഷേപിക്കുന്നു, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ശബരിമല വിവാദമടക്കമുള്ളൊരു വിഷയങ്ങൾ അത് കവറപ്പ് ചെയ്യുന്നതിന് ഈ വിഷയം കൊണ്ടുവരികയാണ് എന്നതടക്കമുള്ളൊരു ആരോപണങ്ങൾ പൊതുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് വൈകിപ്പിച്ചുകൊണ്ട് കേസ് നീണ്ടുപോകുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ തന്നെയായിരിക്കുമോ അറസ്റ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനിടയിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജാമ്യം പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ കോടതി ഏതെങ്കിലും രീതിയിൽ ഒരു ഇടപെടൽ നടത്തുമോ എന്നത്, കോടതി ഏതെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് അടക്കം വീണ്ടും ദുർബലമാക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കങ്ങളെ ദുർബലമാക്കുക എന്നതടക്കം അപ്പോൾ കോൺഗ്രസിനെ അടക്കം അത് പ്രതികൂലമായി ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോടതിയുടെ പരാമർശങ്ങൾ എന്തായാലും കോടതി എന്ത് പറയുന്നു എന്നത് തന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക. അതാണ് ഡാനി, ഞാൻ ഡാനിലേക്ക് വരാം. ഇപ്പോൾ ഡാൻ കുര്യൻ കൂടി ചേരുകയാണ്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസം തന്നെയാണ്. കാരണം ഹൈക്കോടതി ജാമ്യഹർജി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് കിട്ടുമോ എന്നുള്ളതാണ്. മറ്റൊന്ന്, അറസ്റ്റ് തടഞ്ഞാൽ, അറസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് എത്രത്തോളം കോടതി അതിനെ കേൾക്കും എന്നുള്ളതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ കാണേണ്ടതുണ്ട്. എങ്കിലും ഈ രാഷ്ട്രീയമായി ഇതിനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഇത്രയും ദിവസം മാത്രമേ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ, ഇത് ആർക്കാണ് നന്നായി ഭവിക്കുക, അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൊള്ളുക? തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം ഏറെക്കുറെ പൂർണ്ണമായി വ്യക്തമായിരിക്കാൻ അടുത്ത ദിവസം പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകളിൽ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 9-ാം തീയതി വിധി എഴുതാൻ പോവുകയാണ്. അവിടെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് കോൺഗ്രസ് കരുതിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. വലിയ തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് കേസുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാകുന്നു. പത്മകുമാർ വീണ്ടും ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പത്മകുമാറിനെ പ്രതി ചേർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ കോൺഗ്രസിനെയും മറ്റ് കക്ഷികളെയുമൊക്കെ ഒരുപോലെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. കാരണം രാഹുൽ എവിടെയെന്ന ചോദ്യത്തിന് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഉത്തരം പറയേണ്ടി വരുന്നു. രാഹുലിന് കോൺഗ്രസിൽ നിന്ന് സഹായം നൽകുന്നുണ്ടെന്ന ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരുന്നു. അതായത്